ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാരംഗ് ക്യാബിനിലുണ്ട്. അൻവർ, പ്ലീസ് സിറ്റ്. എന്തായടോ? കണ്ടു കിട്ടിയോ തന്റെ മാനേജറെ? ഇല്ല. താനൊരു കംപ്ലൈന്റ് എഴുതാ വിത്തിൻ 24 hours അവനെ പൊക്കി തന്റെ മുമ്പിലിട്ട് തരാം. അതിന് ചില പ്രശ്നങ്ങളുണ്ട് അൻവർ. അശോകിന്റെ 1-2 അക്കൗണ്ടുകളിലായി കമ്പനിയുടെ കുറച്ച് പണം കിടപ്പുണ്ട്. അതെങ്ങനെയാ അയാളുടെ അക്കൗണ്ടിൽ? ആ പണത്തിന് കൃത്യമായ സോഴ്സ് ഇല്ല. വിശ്വസ്തനായ ഒരാളുടെ അക്കൗണ്ട് എന്ന നിലയ്ക്ക് എത്ര വരും? 75-ൽ കുറയില്ല. ലാക്സ്? നോ, CR. 75 CR? താൻ എന്താണോ ഈ പറയുന്നേ? ഈ കാലത്ത് ആരെങ്കിലും മറ്റൊരുത്തന്റെ അക്കൗണ്ടില് ഇത്രയും പണം സൂക്ഷിക്കുമോ? അത് തനിക്കറിയാഞ്ഞിട്ടാ. ഞങ്ങളുടെ ഈ മേഖലയിൽ ഇത് സാധാരണ. അവനും അവന്റെ പെണ്ണും പിള്ളയും പിള്ളേരെല്ലാവരും കൂടി ഒന്നിച്ചാണ് പോയിരിക്കുന്നല്ലേ? അതെ. ചില വിദ്വാൻമാര് പത്രത്തിലും ടിവിയിലൊക്കെ പരസ്യം കൊടുത്ത് ഇൻവെസ്റ്റ്മെന്റ് എന്ന പേരിൽ വമ്പൻ തട്ടിപ്പുകൾ നടത്തും. അതിന് കുറച്ചുകൂടെ റിസ്ക് ഉണ്ട്. പക്ഷെ തന്റെ ഈ മാനേജർക്ക് ഒരു തരത്തിലും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. തൊലച്ച് കളഞ്ഞല്ലോടോ. അൻവർ, എനിക്കവന് വേണം. പക്ഷേ അതൊരിക്കലും ഈ പണത്തിന്റെ പേരിലുള്ള അന്വേഷണം ആവരുത്. തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ അയാളെ കണ്ടെത്തിയാൽ മാത്രം പോരല്ലോ. നമുക്ക് കസ്റ്റഡിയിൽ എടുക്കണ്ടേ, ചോദ്യം ചെയ്യണ്ടേ? എങ്കിലല്ലേ സത്യം പുറത്തു വരൂ. തന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് ഒഴിഞ്ഞു മാറാനും പറ്റില്ല. ഓക്കെ, പണത്തിന്റെ കാര്യം വിട്ടേക്ക്. ഈ അശോകന്റെ പേരിൽ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് തരാൻ പറ്റുമോ തനിക്ക്? എങ്ങനെ? വേറെ ഏതെങ്കിലും രീതിയിൽ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇവിടെ ഒരു ലേഡി സ്റ്റാഫിനോട് അയാൾ അപമര്യാദയായി പെരുമാറിയെന്ന തരത്തില് ഒരു കംപ്ലൈന്റ് കിട്ടിയാലും മതി. ഇപ്പൊ അത് പെട്ടെന്ന് വർക്കൗട്ട് ആവും. ഏയ്, അതൊന്നും വേണ്ട. എടോ, തനിക്ക് എത്ര ലേഡി സ്റ്റാഫുണ്ട്? ഒരാള് നിസ്സാരമായിട്ട് വിചാരിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. ആ മാർഗം തന്നെ മതി. അപ്പൊ അവനെ നമുക്ക് പൂട്ടാം. പ്രശ്നങ്ങൾ എന്തെങ്കിലും? ഇതിനപ്പുറം എന്ത് പ്രശ്നം വരാൻ? തനിക്ക് ഏറ്റവും വിശ്വസ്തമായ ഒരു ലേഡി സ്റ്റാഫിനെ വിളിക്കാം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അപ്പൂപ്പനെന്തേ അമ്മ? അപ്പൂപ്പൻ പോയി. അതെന്താ? അപ്പൂപ്പൻ അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാ പോയെ. അമ്മ, ക്ലാസ് ടെസ്റ്റിന്റെ പേപ്പർ കിട്ടി. എനിക്ക് ഫുൾ മാർക്കുണ്ട്. ഗുഡ്. ചേച്ചിയുടെ ടെസ്റ്റ് പേപ്പറും കിട്ടി. ചേച്ചിക്ക് മാർക്ക് കുറവാ. നിന്നോട് അതാരെങ്കിലും ചോദിച്ചോ? എനിക്കൊരു മാർക്ക് കുറഞ്ഞ അതുപോലെ കാര്യമായിട്ട് അമ്മയോട് ഒന്ന് പറയുമല്ലോ. പിന്നെന്താ? യാമി, നീ ഇത് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. എന്നാ എൻ്റെ കൂടെ ഒന്ന് വാ. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട്. മാർക്കിന്റെ ആരാണെങ്കിൽ സംസാരിക്കണ്ട. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പോസ്റ്റിന്റെ പുറത്തുനിന്നായിരുന്നു. മാർക്കിന്റെ കാര്യമൊന്നുമല്ല, അല്ലാതെ കുറച്ച് കാര്യമുണ്ട്. നീ മുകളിലേക്ക് വാ. വാ. ഇവിടെ ഇരിക്കെ. ഇന്ന് ഹോസ്പിറ്റലില് സ്കൂളിൽ സ്റ്റെഫി മിസ് വന്നിരുന്നു. സാധാരണ സ്റ്റെഫി മിസ് എന്നെ കാണുമ്പോൾ മോളെ കുറിച്ച് നല്ല അഭിപ്രായം പറയാറുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ക്ലാസ്സിൽ എന്താ പ്രശ്നം? ക്ലാസ്സിലൊരു പ്രശ്നമില്ല. പിന്നെന്തിനാ അവരെ എന്നോട് കംപ്ലൈന്റ് പറഞ്ഞത്? എനിക്ക് അറിഞ്ഞൂടാ. അവർക്കെന്നെ തീരെ ഇഷ്ടല്ല. എന്നു മുതല്? മുമ്പൊക്കെ നീ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ സ്റ്റെഫി മിസ്സിനെ കുറിച്ചാണല്ലോ. പറഞ്ഞിരുന്ന നന്മകൾ മുഴുവനും അവരെ കുറിച്ചാ. പെട്ടെന്നൊരു സുപ്രഭാതത്തില് അവർ ചീത്തയായോ? എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പോയിരുന്നു പഠിച്ചോ? ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളുമായിട്ട് എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? എന്തിനാ സ്കൂളിൽ നീ ഒരു പ്രോബ്ലമായിട്ട് മാറുന്നത്?
നോക്ക് മോളെ, നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യം തന്നെയാ. ഞാനത് സമ്മതിച്ചു. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ ചീത്തയായ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല. മോൾക്കറിയാലോ, അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അച്ഛനെ കുറ്റപ്പെടുത്തി അമ്മ രക്ഷപ്പെടണ്ട. നീ എന്താ പറഞ്ഞെന്ന്? ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചുന്നോ? എന്തിന്? എന്താ നിന്റെ മനസ്സിലുള്ളതെന്ന് എന്നോട് പറയ്. അച്ഛൻ പറഞ്ഞോ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന്? അച്ഛൻ പാവാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ ഞാനോ? യാമി, ഇങ്ങോട്ട് നോക്ക്. അച്ഛനമ്മമാര് തമ്മിലെ പിരിഞ്ഞു നിൽക്കുമ്പോൾ സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടി മക്കളോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അതിന് സത്യമായിട്ട് ഒരു ബന്ധവും കാണില്ല. ദേ, അച്ഛൻ എന്നെ കുറിച്ച് നിന്നോട് എന്താ പറഞ്ഞു തന്നിട്ടുള്ളതെന്നും എനിക്കിപ്പോ അറിയണം. അറിഞ്ഞേ പറ്റൂ. ഞാൻ പറയില്ല. അച്ഛൻ തെറ്റ് ചെയ്യില്ല. കുട്ടികളിങ്ങനെ സംസാരിച്ച് തുടങ്ങുന്നത് മോശമാണല്ലോ. യാമി ഇപ്പോഴും അച്ഛന്റെ ഭാഗത്താ. അതിപ്പോ ഗൗരവമുള്ളൊരു കാര്യം പറഞ്ഞാലും നമ്മൾ തമ്മിൽ കളിയാക്കുകയാണെങ്കിലും അവളെ സംബന്ധിച്ചിടത്തോളം സാരംഗ് ചെയ്യുന്നതാ ശരി. അച്ഛനും അമ്മയും തമ്മിൽ ചെറിയ എന്തെങ്കിലും വഴക്കുണ്ടായ പെൺകുട്ടികൾ സാധാരണ അമ്മയോടൊപ്പം ഓട്ടി നിൽക്കുക. അവൾ എന്നെക്കാൾ കൂടുതൽ സാരംഗിനെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്കൊരു പരാതിയും തോന്നിയിട്ടില്ല. പക്ഷെ യാമി എന്നോട് ചോദിച്ച രീതി ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, അവള് വളരെ ഷാർപ്പായിരുന്നു. ശരിക്കും പറഞ്ഞ എന്നെ പേടിപ്പിക്കുന്ന അത്രയും ഷാർപ്പ്. ഞാൻ അവളോട് ചോദിക്കാടോ? വേണ്ട, ഞാൻ തന്നോട് പരാതി പറയാ. അത് താൻ അവളോട് വിളിച്ചു ചോദിക്കാന്നൊക്കെ പറയുമ്പോ ഈ പ്രശ്നം വലുതാവും. അത് വേണ്ട. മനസ്സിലൊരു തീക്കനല് വീണുപോയാ ഒരിക്കലും അത് കിടില്ലടോ. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാടോ? എന്ത് ബോറായി സാരംഗ് കാണിക്കുന്നത്? സാരംഗിന്റെ മനസ്സിൽ എന്താന്ന് തിരിച്ചറിയാൻ ഇനി എന്താണൊരു വഴി? എനിക്കറിയില്ല. സാരംഗ് ഇവിടെ വന്നപ്പോ ഞാൻ ചോദിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ ഒടുക്കത്തൊരു ബുദ്ധിയുണ്ടല്ലോ. സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് തെന്നി തെന്നി കളിക്കുന്നൊരു ബുദ്ധി അതയാൾ കാണിച്ചു. സാരംഗ് ഇങ്ങനൊരു തീരുമാനം പറഞ്ഞപ്പോ തളർന്നു പോകരുതെന്ന് തീരുമാനിച്ചതാ ഞാൻ. പക്ഷെ എന്റെ മക്കൾ എനിക്ക് നേരെ വിരൽ ചൂണ്ടിയ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിലെ കർക്കശക്കാരിയായ മൈഥിലിക്ക് പുറത്ത് ഒരു ഗ്രാമപ്രദേശത്തെ സാധാരണക്കാരിയുണ്ട് എന്റെ മനസ്സിൽ. അതാ ഞാൻ. കർഷകനായ ഗംഗാധരന്റെ മകള്. ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക, അത്രയും തന്നെ ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടുകയും ചെയ്യുന്നൊരു പെണ്ണ്. നമ്മൾ ഈ വീടൊക്കെ പൊളിച്ചു മാറ്റുമ്പോഴേ ഓരോ കഴുക്കോലായിട്ട് ഊരിയെടുക്കില്ലേ, അതുപോലെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനിതുവരെ പിടിച്ചു നിന്ന കഴുക്കോലുകളൊക്കെ ഊരിയെടുക്കുക. എൻ്റെ മക്കളെ എനിക്ക് വേണോടോ. അറ്റ്ലീസ്റ്റ് അവരുടെ സ്നേഹമെങ്കിലും എനിക്ക് നഷ്ടപ്പെടരുത്. ഏയ് മൈഥിലി, പ്ലീസ്. വേറൊരിടത്തും ചെന്നിരിക്കാനില്ല, പരാതിയും പറയാനില്ല. തൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ചെറിയൊരു സമാധാനം കിട്ടും. പോട്ടടോ. ഞാനിപ്പോ തന്നോട് എന്താ പറയാ? എന്റെ വഴിക്ക് ഞാൻ ശ്രമിക്കാം ഇതിന്റെ കാരണം എന്താണെന്നറിയാൻ. സർ, എന്താ?
സ്റ്റാഫ് എല്ലാരും പോയി സർ. സാർ ഇറങ്ങുന്നില്ലേ? ആ, വൃന്ദയ്ക്ക് പോകാറായോ? നോർമലി ഞാൻ പോകുന്ന സമയം കഴിഞ്ഞു. ഓഹ് സോറി. വൃന്ദ ഇറങ്ങിക്കോ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഉണ്ടാവും. എങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം സർ. വേണ്ട, എനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സർ, പിന്നൊരു കാര്യം. എന്താ? സാറ് നിർബന്ധിച്ചുകൊണ്ടാണ് അശോക് സാറിനെതിരെ ഞാൻ അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തത്. എന്നോട് ഇതുവരെ ഒരു വാക്കുകൊണ്ട് പോലും അശോക് സാർ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ചിലപ്പോൾ നാളെയോ മറ്റോ പെട്ടെന്ന് അശോക് സാർ തിരിച്ചു വന്നാലോ, ഇങ്ങനൊരു കംപ്ലൈന്റിന്റെ കാര്യം അറിഞ്ഞാലോ? താൻ പേടിക്കണ്ട. DYSP അൻവർ അങ്ങനെ ഒരു പരാതി എഴുതി വാങ്ങിച്ചെന്നേ ഉള്ളൂ. അയാളത് ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. വേറൊന്നും കൊണ്ടല്ല സർ, ഞാനിതുവരെ ഒരു പോലീസ് സ്റ്റേഷന്റെ ഉമ്മറത്ത് പോലും പോയിട്ടില്ല. തനിക്ക് ഒരു കുഴപ്പം വരില്ല. എനിവേ താങ്ക്സ്. താൻ അങ്ങനെ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തല്ലോ. എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ സർ. വൃന്ദ, യു സ്റ്റിൽ ബിലീവ് അശോക് തിരിച്ചു വരുമോ? എനിക്കങ്ങനെ തോന്നുന്നു സർ. വിചിത്രമായ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണാറില്ലേ? ഇതും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഒരു തോന്നൽ. ഓക്കെ, നാളെ കാണാം. ശരി സർ. മൈഥിലി വന്ന് പറയുന്ന കേട്ടപ്പോ സങ്കടം തോന്നുന്നു. കുറച്ചു ദിവസം മുൻപ് അസൂയയോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരാള് കണ്ണു നിറഞ്ഞ് മുന്നിൽ വന്ന് സംസാരിക്കുമ്പോ എന്ത് പറയാനാ? തൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നത് മൈഥിലിക്കൊരു ആശ്വാസം കിട്ടുമെങ്കിൽ അങ്ങനെ ആവട്ടടോ. താൻ കൂടെ ഇരിക്കണം, പരമാവധി ഹെൽപ്പും ചെയ്യണം. സാരംഗ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നറിയാൻ വല്ല വഴിയുണ്ടോ? അതിന് ഗാർഹിക പീഡനത്തിന് മൈഥിലി ഒരു കേസ് കൊടുക്കുക. സ്വാഭാവികമായിട്ടും പോലീസ് സാരംഗിനെ വിളിപ്പിക്കും. അപ്പൊ കാര്യം തുറന്നു പറഞ്ഞേ പറ്റൂ. പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും കൊണ്ടുപോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എടോ, ആകെയുള്ള മാർഗമെന്ന് ഞാൻ പറഞ്ഞത് സാരംഗിന്റെ കാര്യമായതുകൊണ്ടാ. സ്വന്തം അച്ഛനമ്മമാരായാലും മൈഥിലിയുടെ അച്ഛനാണെങ്കിലും സാരംഗിന്റെ കണക്ക് കൂട്ടലിൽ അയാൾക്ക് വളരെ താഴെയാ. അയാള് ശബ്ദം ഉയർത്തിയാലേ പേടിച്ചു പോകുന്നവരാ. രഞ്ജിത്ത് പറയുന്നത് ശരിയാ. സാരംഗ് അയാളുടെ മനസ്സിന് ചുറ്റും ശക്തമായൊരു വേലി കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് നമുക്കാർക്കും അതിനുള്ളിൽ കയറാൻ പറ്റില്ല. ഒന്നുകിൽ സാരംഗ് തിരുത്തും വരെ, അല്ലെങ്കിൽ കാലാകാലത്തേക്ക്. എന്തായാലും സമൂഹത്തിന്റെ മുന്നില് സ്വയം അപമാനിക്കപ്പെടാനും സാരംഗിനെ അപമാനിക്കാനും മൈഥിലി ശ്രമിക്കില്ല. അതാ അയാൾക്ക് എളുപ്പം. അയാൾ കരുതുന്നത് മാത്രം നടക്കുന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരൊറ്റ അർത്ഥമുള്ളൂ: കാശുകാരനോട് കളിക്കരുത്. കാരണം പണമാണ് എല്ലാം. അപ്പൊ പിന്നെ പണത്തിന്റെ ഉടമസ്ഥൻ രാജാവ് തന്നെയല്ലേ? അതെ, എനിക്ക് വയ്യാതായപ്പോ തുടങ്ങിയ ശീലമായി ഇതൊക്കെ. ഇപ്പൊ എനിക്ക് സുഖമായല്ലോ. അപ്പൊ ഇതൊക്കെ പതുക്കെ അങ്ങോട്ട് നിർത്തിക്കോ. ഏയ്, ഇതൊന്നും ഇനി നിർത്തുന്നില്ല. എന്ത് തിരക്കായാലും ഇനി നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഒരു സുഖമൊക്കെ ഉണ്ടോ, മനസ്സിനൊരു സന്തോഷമുണ്ട്. ഞാനൊന്നേ കൈയും കാലും കഴുകിയിട്ട് വരാം. ഓക്കെ? അച്ഛനെ വിളിച്ചിട്ടെടുക്കുന്നില്ലല്ലോ. എന്താ കാരണമൊന്നും അറിയില്ല. ചേച്ചി കഴിക്കുന്നില്ലേ? പോയി വിളിച്ചിട്ട് വാ. സുമ, സാരംഗ് ഇന്ന് പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല മാഡം. വേറെ മീറ്റിംഗ് ഒന്നും ഉള്ളതായിട്ട് പറഞ്ഞില്ലല്ലോ. സാറ് വരും, മാഡം ടെൻഷനാവണ്ട. ചേച്ചി എവിടെ മോനെ? ചേച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞു. സുമേ, നീ മോന് ഭക്ഷണം കൊടുക്ക്. ആ, എന്താ ഭക്ഷണം കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല. വിശപ്പില്ലായ്മയുടെ കാര്യമൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞാ അച്ഛനും അമ്മയും അത് നിങ്ങളോട് ചോദിക്കും, വേണ്ടേ? കംപ്ലൈന്റ് എന്താണോ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക.
അതല്ലേ നല്ല കുട്ടികളുടെ ലക്ഷണം. ഞാൻ നല്ല കുട്ടിയല്ല. തർക്കുത്തരം വേണ്ട. എനിക്ക് മോളോട് അങ്ങനെ സംസാരിക്കാനും താല്പര്യമില്ല. ഞാനെന്തെങ്കിലും പറഞ്ഞ ആ ദേഷ്യം ഭക്ഷണത്തിനോട് കാണിക്കണ്ട. പോയി കഴിക്കാൻ നോക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? യാമി നോക്ക്, നീ ഇപ്പൊ കരുതിക്കൂട്ടി അമ്മയെ നിഷേധിക്കാൻ പഠിക്കുകയാണ്. അങ്ങനെയാണെങ്കിലേ ഞാനും വാശി കാണിക്കും. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, പോയി കഴിക്കാൻ പറഞ്ഞാ പോയി കഴിച്ചോളണം. ചേച്ചിക്ക് എന്താ ഇത്ര തിരക്ക്? എന്തു പറ്റി മാഡം? മക്കള് വലുതായി തുടങ്ങി. പല കുട്ടികളും പല രീതിയിലാ അത് അച്ഛനമ്മമാരെ അറിയിക്കുക. ഇവളുടെ രീതി ഇങ്ങനെ ആയിപ്പോയി. ചേച്ചിക്ക് അമ്മയുടെ വഴക്ക് കയറുന്നില്ലേ? ഇത് വഴക്കൊന്നുമല്ലേ ഇത് കുട്ടാ, ഇത് ചേച്ചിയുടെ കുറുമ്പല്ലേ. അതല്ലേ അമ്മ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചേച്ചിയൊന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ മാറിക്കോളും. എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. അതുകൊള്ളാലോ. എന്താ ഇത്ര വലിയ സീരിയസ്? അത് നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചാ. എനിക്ക് എന്ത് പ്രത്യേകിച്ച് ഫ്യൂച്ചർ? ഞാൻ കല്യാണം കഴിക്കുന്നു. 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും അച്ഛന് താലോലിക്കാൻ 2 പേരക്കുട്ടികളെ തരുന്നു. അതുപോലെ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ? നിന്റെ പ്രൊഫഷൻ നിനക്ക് എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണ്ടേ? അച്ഛനെ കുറച്ചുകൂടെ കറി ഒഴിക്കട്ടെ, നല്ല ടേസ്റ്റാ. നീ വിഷയമൊന്നും മാറ്റണ്ട. 2 ഓപ്ഷനാണ് നിന്റെ മുന്നിലുള്ളത്. ഒന്നുകിൽ ഡോക്ടർ മൈഥിലിയോട് സംസാരിച്ച് ആ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുക. ഇനി അതല്ല സ്വന്തമായിട്ടൊരു ക്ലിനിക്കോ മറ്റോ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്യാവശ്യം എന്റെ കയ്യിലുള്ള സമ്പാദ്യം എല്ലാം കൂടി എടുത്താൽ അത് ചെയ്തു തരാൻ പറ്റും. ഞാനിങ്ങനെ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചും ഉറങ്ങിയും ജീവിക്കുന്നതുകൊണ്ട് അച്ഛൻ എന്തേലും കുഴപ്പമുണ്ടോ? അതിനല്ലല്ലോ നിന്നെ ഞാൻ MBBS വിട്ടത്. എന്റെ അച്ഛ, ഈ MBBS പോയവരൊക്കെ ഡോക്ടർമാരായിട്ട് പണിയെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ നാട്ടിൽ എത്രയോ ഡിഗ്രിക്കാരുണ്ട്. അവരൊക്കെ അവർ പഠിച്ച കാര്യങ്ങൾ ചെയ്തിട്ടാണോ ജീവിക്കുന്നത്? എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തും, അത്ര തന്നെ. മോളെ സത്യം പറ, എന്താ നിന്റെ ഉദ്ദേശം? എന്റെ പൊന്നച്ഛ, ഞാൻ ഉള്ള കാര്യം പറയാലോ. ആ മൈഥിലി മാമിന്റെയും അരുണിന്റെ ഒക്കെ ബുദ്ധിമുട്ട് കാണുമ്പോഴേ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാം. എനിക്കങ്ങനെ അവര് ചെന്നിരിക്കുന്ന പോലെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിരിക്കാൻ പറ്റില്ല. ഈ രോഗികളുടെ പിന്നാലെ ഓടാനും പറ്റില്ല. എന്ന് പറഞ്ഞ കുറച്ചുനാൾ എന്റെ പണം വേസ്റ്റ് ആക്കിയത് മിച്ചം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ അച്ഛാ. ഇപ്പൊ ഞാൻ പ്രേമിക്കുന്ന സമയം, അത് കുറച്ചുനാൾ അങ്ങനെ പോവും. അത് കഴിഞ്ഞാൽ എന്റെ കല്യാണമായി. അപ്പൊ നവദമ്പതികൾ എന്ന് പറഞ്ഞ് കുറച്ചുനാൾ അങ്ങനെ പോവും. അത് കഴിഞ്ഞ കൊച്ചുങ്ങളായി. കൊച്ചുങ്ങൾ നടക്കുന്ന പരുവൊക്കെ ആവുമ്പോ അത്യാവശ്യമാണെങ്കിൽ നമുക്കൊരു ജോലിയെ കുറിച്ച് ചിന്തിച്ചാ പോരെ. അല്ലാതെ ഒന്നിനും വകയില്ലാത്തൊരു അച്ഛന്റെ മോളൊന്നും അല്ലല്ലോ ഞാൻ. ആ അഭിമാനം ഞാൻ കാത്തു സൂക്ഷിക്കണ്ടേ? ഞാൻ നിർത്തി. ഇങ്ങനൊരു മടിച്ചിക്കോതെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ നിനക്ക് ചെലവാക്കിയ പണം ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടി ചെലവാക്കിയിരുന്നെങ്കിലേ അതിപ്പോ നല്ലൊരു ഡോക്ടറായി മാറിയിട്ടുണ്ടായേനെ. അയ്യോ, അച്ഛനതിന് കുറ്റബോധമൊന്നും വേണ്ട. അച്ഛൻ എപ്പ വേണമെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിയെ കണ്ടുപിടിച്ച് സഹായിച്ചോ. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യ. പക്ഷെ എന്നോടെ പണിയെടുക്കാൻ മാത്രം പറയാതിരുന്നാ മതി. ഇതെന്ത് ജന്മാടി നിന്റെ? ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ അച്ഛാ? എല്ലാവരും ഒരുപോലെ ആണെങ്കിൽ ജീവിക്കാനൊരു ത്രില്ലുണ്ടാവോ? പിന്നെ അച്ഛന് നിർബന്ധമാണെങ്കിൽ എന്നെ പഠിപ്പിക്കാൻ ചെലവാക്കിയ കാശ് ഞാൻ അച്ഛന് തിരിച്ചു തന്നോളാം. എങ്ങനെ? എനിക്കെന്തായാലും അച്ഛൻ സ്ത്രീധനം തരണമല്ലോ. അതിന്ന് കുറച്ചിട്ട് ബാക്കി എനിക്ക് തന്നാ പോരെ? എഴുന്നേറ്റ് പോയേ, അതാ നിനക്ക് നല്ലത്. അപ്പതേ ഈ ജോലിക്കാര്യം നമ്മൾ ഇവിടെ വെച്ച് കെട്ടിപ്പൂട്ടുന്നു. ഇനി ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാനേ ചെയ്യുള്ളൂ. താങ്കൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, കേട്ടല്ലോ? എന്താണെന്ന് വെച്ചാ